പ്രധാനമന്ത്രിയുടെ ദുരന്ത മേഖലയിലേക്കുള്ള നേരിട്ടുള്ള സന്ദർശനത്തിന് ശേഷം കേരളം മതിയായ തരത്തിൽ പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ സഹായവും പിന്തുണയും പ്രതീക്ഷിക്കുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവുമൊക്കെ വ്യക്തമാക്കുന്ന സമഗ്രമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്നാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേക പാക്കേജ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സഹായം വൈകുന്നത്? കേരള സർക്കാർ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു ടൗൺഷിപ്പ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളിൽ കാലതാമസം നേരിടുന്നുണ്ടോ താങ്കളുടെ നോട്ടത്തിൽ? ഒന്നാമത്തെ കാര്യം, 4-ാം തീയതി ഒരു രാത്രി കൊണ്ട് തങ്ങളുടെ അധ്വാനം, തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട്, അവരുടെ ഉപജീവന മാർഗങ്ങൾ, അവർ വാങ്ങിയ സ്ഥലം, ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ, അവരുടെ ഉറ്റവരും അതുപോലെ തന്നെ അവരുടെ ഉടയവരുമായ അവരുടെ ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് ഈ മുണ്ടക്കയിലും ചുരൽമേലയിലും അതുപോലെ തന്നെ അട്ടമലയിലും ഒക്കെ ഉള്ള ആളുകൾ. അപ്പൊ ആ ഒരു മാനുഷിക പരിഗണനയാണ് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മളിപ്പോ ഈ ഘട്ടത്തിൽ, ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മളെല്ലാവരും അവരുടെ രക്ഷാപ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അവർക്ക് താൽക്കാലികമായി അഭയം നൽകുന്ന കാര്യങ്ങളിലൊക്കെ ഉള്ള തിരക്കിലായിരുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മറന്ന് മറ്റെല്ലാം മറന്ന് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയും നമ്മൾ അവർക്ക് നൽകുന്ന ആശ്വാസങ്ങൾ, അവർക്ക് കിട്ടേണ്ട മാനുഷികമായ പരിഗണന, അവർക്ക് കിട്ടേണ്ട അവരുടെ അവകാശങ്ങൾ വെച്ച് താമസിപ്പിച്ചാൽ അത് അവരോട് ചെയ്യുന്ന വലിയ നീതി നിഷേധമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രി അവിടെ വന്ന് സന്ദർശിച്ചു, കാര്യങ്ങളൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടു, പ്രധാനമന്ത്രി കൂടെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തി. ഇനി ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP-യുടെ പ്രതിനിധിയാണ്. അത് സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്, കേന്ദ്രം ഏത് തരത്തിലുള്ള പാക്കേജാണ് അവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിന്റെ സഹായം വേണം, അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കണം ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടത്, അവരുടെ ഉപജീവന മാർഗം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ വേണം എന്ന തരത്തിൽ കേസ് ടു കേസ്, അതായത് ഓരോ കുടുംബത്തെയും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് മൈക്രോ ലെവലിലുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനമുണ്ടോ പ്രതിപക്ഷത്തിന്? ഞാൻ പറയാം ഗോപി. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്യാമ്പുകളിൽ ചെന്ന സമയത്ത് ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് ഷേവ് ചെയ്യാൻ പോലുള്ള കാശില്ല. അപ്പോ അവർക്ക് ഒരു അടിയന്തരമായി ഒരു ധനസഹായം സർക്കാർ കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് വരെ ഞാൻ മനസ്സിലാക്കുന്ന ഈ നിമിഷം വരെ അവരുടെ കയ്യിൽ അടിയന്തരമായ ഒരു ധനസഹായം എത്തിയിട്ടില്ല. കാരണം ആളുകൾക്ക് ഇപ്പോ ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതല്ല, വ്യക്തിപരമായി പല ആവശ്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഒരാള് സ്വകാര്യമായി പറഞ്ഞു, ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളാണ്, എനിക്കൊരു ഒറ്റ കാര്യം നേടെ ചെയ്തോട്ടെ, ഈ അടിയന്തര ധനസഹായം നൽകുന്നത് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് 10,000 രൂപ എന്നത്. അല്ല, ആളുകൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ 30-ാം തീയതി സംഭവിച്ചിട്ട് ഇന്ന് ഇത്രയും ദിവസമായി. ഈ ദിവസത്തിനിടയിൽ അവർക്ക് അടിയന്തരമായിട്ടുള്ള പല ആവശ്യങ്ങളും വേണ്ടി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഓക്കെ, ഇന്ന് മുതൽ വിതരണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം, എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ അടിയന്തരമായി ധനസഹായം എത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പുത്തുമലയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിനെ തുടർന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളും പാഠങ്ങളും മനസ്സിലാക്കി പുത്തുമലയിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളും അതുപോലെ തന്നെ പിഴവുകളും പരിഹരിക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം. ഒരു കാര്യം പറയാം, ഇപ്പോ അടിയന്തരമായി ക്യാമ്പുകൾ കഴിയുന്ന ആളുകളെ ഇനി വാടക വീട്ടിലേക്ക് താമസിപ്പിക്കണം. ഇപ്പോ ഇന്ന് തന്നെ പല മീഡിയകളിലും ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കേട്ട കാര്യമാണ്, ഒന്ന് വാടക വീട് കിട്ടാനില്ല. കാരണം ഇപ്പൊ ഇത്രയും വാടക വീടിന് ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോൾ തന്നെ വാടക വീടിന് വലിയ തോതിലുള്ള വാടകയായി. ഇപ്പൊ കഴിഞ്ഞ തവണ പുത്തുമലയിൽ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി, അതും സർക്കാരല്ല, ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി പണപ്പിരിവ് നടത്തിയിട്ട് 3,000 രൂപയാണ് വാടക നിശ്ചയിച്ച് കൊടുത്തത്. സർക്കാർ ഇത്തവണ മേപ്പാടിയിലും പരിസരത്തുമുള്ള ഒരു വാടകയുണ്ട്. അവർ ശരാശരി കണക്കാക്കിയിട്ട് കേൾക്കാം, പറഞ്ഞോളൂ. സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാടക കൊടുക്കാനുള്ള ഒരു ജനങ്ങളെ പിരിവിനും മറ്റു കാര്യങ്ങൾക്കും ഏൽപ്പിക്കാതെ, കാരണം സർക്കാരിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, സർക്കാർ അടിയന്തരമായി വാടക വീട്ടിലേക്ക് മാറാനുള്ള സംവിധാനം, അതുപോലെ തന്നെ അവർക്ക് വാടക നിശ്ചയിച്ച് ഒരു മാസ വാടക കൊടുക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇപ്പൊ അടിയന്തരമായി ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ പാചകവാതകത്തിന്റെ
കാര്യത്തിൽ ഇപ്പോൾ സിവിൽ സപ്ലൈസും മറ്റു ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ സിലിണ്ടർ റിക്കവർ ചെയ്ത് സിലിണ്ടറിന് പകരം കൊടുക്കാനുള്ള സംവിധാനം മാത്രമേ നമുക്കുള്ളൂ എന്നാണ്. സിലിണ്ടറുകൾ ഇപ്പോൾ 10-50 സിലിണ്ടർ മാത്രമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പാചകവാതകത്തിന്റെ കണക്ഷൻ കൊടുക്കണം, ആളുകളുടെ കയ്യിൽ ഇപ്പോൾ രേഖകളില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി അടിയന്തരമായി അവർക്ക് വാടക വീട്ടിലേക്കൊക്കെ മാറുമ്പോൾ അവർക്ക് പാചകവാതകത്തിന്റെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനപരമായി പെട്ടെന്ന് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് മേപ്പാടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച് ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിൽ ആളുകൾ ഇപ്പൊ എല്ലാത്തിനും കൽപ്പറ്റയിലേക്കും കളക്ടറേറ്റ് ഓഫീസിലേക്കും ഓടിപ്പോകുന്നതിന് പകരം അതുപോലെ വിവിധ ഓഫീസുകളിലേക്ക്, വില്ലേജ് ഓഫീസിലേക്ക്, സപ്ലൈ ഓഫീസിലേക്ക്, വിവിധ ഓഫീസുകളിലേക്കൊക്കെ പോകുന്നതിന് പകരം മേപ്പാടി കേന്ദ്രീകരിച്ച് ഒരു സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിന്റ് ചെയ്ത് ജനങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ, രേഖാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പാചകവാതക കണക്ഷൻ പ്രശ്നങ്ങൾ, ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങൾ, ബാങ്ക് ലോണിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് മേപ്പാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ഗോപി. വീടുകൾ നിർമ്മിക്കുമ്പോൾ ഇപ്പോ അട്ടമലയിൽ നമ്മൾ കണ്ട, നമ്മുടെ പുത്തുമലയിൽ നമ്മൾ കണ്ട എന്താണ്, 650 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു കൊടുത്തത്. ആ വീട് ഗോപീഷൻ നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ മതി, മേപ്പാടിയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ആ സ്ഥലത്ത് പോയി കണ്ടാൽ അറിയാം. ആ വീട് ഒരാള് ഇനി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ വീടിന്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അതിന്റെ കോൺക്രീറ്റ് മേൽക്കൂര എന്നൊക്കെ പറയുന്നത് ചെരിച്ച് വാർത്തുകൊണ്ട് ഒരിക്കൽ പോലും അതിന്റെ മുകളിലോട്ട് ഇനി ഒരു എക്സ്റ്റൻഷൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ നിങ്ങളൊരു ദുരിതബാധിതരാണ്, ദുരന്തത്തിന്റെ ഇരകളാണ് എന്ന് കാലാകാലവും നിങ്ങൾ മനസ്സിൽ വിചാരിക്കണമെന്ന് വിചാരിക്കുന്ന രീതിയിൽ അതിൽ തന്നെ പല വീടുകളും ചോർച്ചയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ മുണ്ടക്കൈയൊക്കെ ഉള്ള പ്രദേശത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നിലയിൽ ജീവിച്ച ആളുകളാണ്, അത്യാവശ്യം നല്ല വീടുകളും സംവിധാനങ്ങളും. കാരണം കുട്ടികളൊക്കെ ഇപ്പോൾ അത്യാവശ്യം പഠിച്ച് വിദേശത്തൊക്കെ പോയി അങ്ങനെ വരുമാനം, എല്ലാവരും അങ്ങനെയാണ് നല്ല പറയുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത വീടുകളിൽ താമസിച്ച ആളുകളാണ്. അപ്പൊ ഒരു മിനിമം 1000 സ്ക്വയർ ഫീറ്റ് വീടെങ്കിലും സർക്കാർ നിശ്ചയിച്ച് ആ നിലക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും ഭാവിയിൽ അവർക്ക് അധ്വാനിച്ച് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർക്ക് എക്സ്റ്റൻഷനുള്ള ഒരു പ്ലാൻ കൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജ്. അപ്പൊ പുത്തുമലയിലെ ഗോപി, ഒറ്റ കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാം ഗോപി. എന്റെ കയ്യിൽ ഒരു പത്രക്കട്ടിങ് ഉണ്ട്. ഇപ്പോ ഈ ഇവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. പുത്തുമലയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന പത്രത്തിന്റെ ദേശാഭിമാനിയിൽ വന്ന വാർത്താ കട്ടിങ് എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. അവിടെ പോയാൽ ഒരു ടൗൺഷിപ്പ് അവിടെ ഇല്ല. അവിടെ എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്, ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ പുത്തുമലയിൽ ഉണ്ടായ പുനരധിവാസത്തിലെ ദുരന്തം, പുത്തുമല ദുരന്തമല്ല, മുണ്ടക്കയിലെയും അതുപോലെ തന്നെ ചൂരന്മലയിലും അട്ടമലയിലെയും പുനരധിവാസ. ശരി ഫിറോസ്, രണ്ട് കാര്യങ്ങൾ ഫിറോസ് പറഞ്ഞതിനകത്ത് ഞാൻ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് തരാം. ഒന്ന്, ഈ അടിയന്തര ധനസഹായം എന്നതാണ്. അത് സർക്കാർ അതിലേക്ക് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. 62 പേർക്ക് 10,000 രൂപ ബാങ്ക് ത്രൂ നൽകിയിട്ടുണ്ട് എന്ന് ഇന്ന് റവന്യൂ മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വാടക നിശ്ചയിച്ച് നൽകുന്ന കാര്യത്തിലാണ്. അങ്ങനെ ദുരിതബാധിതർക്ക് വീട്ടുവാടക നൽകുന്നതിനുള്ള തുകയും സർക്കാർ നിശ്ചയിച്ചിട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. ഒരു കുടുംബത്തിന് വാടക ഇനത്തിൽ പ്രതിമാസം 6,000 രൂപ നൽകും. അതേസമയം സൗജന്യ വാടക വീടുകളിലേക്കാണ് ഇവർ മാറുന്നതെങ്കിൽ തുക നൽകില്ല. ഈ കാര്യവും റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ രണ്ട് വിവരങ്ങൾ കൂടി ഫിറോസ് ഈ ചർച്ചയിൽ ഞാൻ പറയുകയാണ്.